നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. താമസം, തൊഴിൽ, അതിർത്തി സുരക്ഷ എന്നീ ലംഘനങ്ങളുടെ പേരിൽ സെപ്റ്റംബർ 28 മുതൽ ഒക്ടോബർ 4 വരെ സൗദി അറേബ്യയിൽ 5201 വിദേശികളെ അറസ്റ്റ് ചെയ്തതായി സൗദി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. താമസ ലംഘനത്തിന് 9233 പേരെയും അതിർത്തി സുരക്ഷാ ലംഘനത്തിന് 4271 പേരെയും 1697 പേരെ തൊഴിൽ നിയമം ലംഘിച്ചതിനുമാണ് അറസ്റ്റ് ചെയ്തതെന്ന് മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു. രാജ്യത്തേക്ക് അനധികൃതമായി കടക്കാൻ ശ്രമിച്ച 527 പേരും പിടിയിലായിട്ടുണ്ട്. അറസ്റ്റിലായവരിൽ 55% പേരും യമൻ സ്വദേശികളാണ്. 43% എത്യോപ്യക്കാരും 2% മറ്റു രാജ്യക്കാരുമാണെന്ന് മന്ത്രാലയം അറിയിച്ചു. ഇതോടൊപ്പം അനധികൃതമായി രാജ്യം വിടാൻ ശ്രമിച്ച 66 പേരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിയന്ത്രണങ്ങൾ ലംഘിക്കുന്നവർക്ക് ഗതാഗതം, താമസം, ജോലി എന്നിവ അടക്കമുള്ള സഹായം ഏർപ്പെടുത്തിയതിന് 14 വ്യക്തികളെ പിടികൂടിയിട്ടുണ്ട്. രാജ്യത്ത് നിലവിൽ 36,713 പുരുഷന്മാരും 7,749 സ്ത്രീകളും ഉൾപ്പെടെ 44,462 തടവുകാരാണ് ചട്ടങ്ങൾ ലംഘിച്ചതിന്റെ പേരിൽ നടപടിക്രമങ്ങൾ നേരിടുന്നത്. 39,218 നിയമലംഘകരെ യാത്രാരേഖകൾ കിട്ടുന്നതിനായി അവരുടെ രാജ്യത്തെ എംബസികളെ സമീപിച്ചിട്ടുണ്ടെന്നും 1,748 പേരെ നാടുകടത്തുന്ന പ്രക്രിയയിലാണെന്നും 858 പേരെ ഇതിനോടകം തന്നെ നാടുകടത്തിയെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ഇത്തരം നിയമലംഘനം നടത്തുന്നവരെ സഹായിക്കുന്നവർക്ക് 15 വർഷം വരെ തടവും 1 ദശലക്ഷം റിയാൽ വരെ പിഴയും ഉപയോഗിച്ച വാഹനങ്ങളും വീടുകളും കണ്ടുകെട്ടുമെന്നും മന്ത്രാലയം അറിയിച്ചു. നിയമലംഘകരെ സഹായിക്കുന്നത് ഗുരുതരമായ കുറ്റകൃത്യമാണെന്നും മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. മക്കയിൽ 911, റിയാദ് മേഖലയിൽ 999, ബാക്കിയുള്ള മേഖലകളിൽ 996 പേരാണ് നിയമം ലംഘിക്കുന്നവരെ സഹായിച്ചതിന് പിടിയിലായത്. അതിനിടെ ഫലസ്തീനികളും ഇസ്രായേലികളും തമ്മിലുള്ള സംഘർഷം ഉടനടി അവസാനിപ്പിക്കണമെന്ന് സൗദി അറേബ്യ ആവശ്യപ്പെട്ടു. ഫലസ്തീനും ഇസ്രായേലി അധിനിവേശ സേനയും തമ്മിലുണ്ടാവുന്ന ആക്രമണ സംഭവങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്നും സൗദി വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. പല മേഖലകളിലും ആക്രമണത്തിന്റെ തോത് വർദ്ധിച്ചു. അടിക്കടി രൂക്ഷമാവുന്ന സംഘർഷം ഉടനടി നിർത്തണമെന്നും മന്ത്രാലയം ശക്തമായി ആവശ്യപ്പെട്ടു. തുടർച്ചയായ അധിനിവേശത്തിനെയും ഫലസ്തീൻ ജനതയുടെ നിയമാനുസൃത അവകാശങ്ങൾ നിഷേധിക്കുന്നതിന്റെയും വിശുദ്ധ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള വ്യവസ്ഥാപിതവും പ്രകോപനപരവുമായ അതിക്രമത്തിന്റെയും ഫലമായി സ്ഫോടനാത്മകമായ ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിലെ അപകടങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് ഓർമ്മിപ്പിക്കുന്നു. മേഖലയിൽ സുരക്ഷയും സമാധാനവും കൈവരിക്കുകയും സാധാരണക്കാരെ സംരക്ഷിക്കുകയും ചെയ്യുന്ന വിധത്തിൽ ദ്വിരാഷ്ട്ര പരിഹാരത്തിലേക്ക് നയിക്കുന്ന വിശ്വസനീയമായ സമാധാന പ്രക്രിയ സജീവമാക്കാൻ അന്താരാഷ്ട്ര സമൂഹം അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്ന ആഹ്വാനം വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ ആവർത്തിച്ചു.